ഹലോ, ഇതാണ് കറിനാരങ്ങ. ഈ കറിനാരങ്ങ വെച്ച് ഒരു അടിപൊളി അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വല്യമ്മ നല്ല ഭംഗിക്ക് ചെറുതായിട്ട് കറിനാരങ്ങ അരിയുന്നുണ്ട്. വല്യമ്മയാണ് ഇവിടെ അച്ചാറിടുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ വൃത്തിക്കും ഭംഗിക്കും അരിഞ്ഞു തരുന്നത് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് നല്ല ശുദ്ധമായിട്ടുള്ള ഇഞ്ചിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് മുളകും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചതാണ്. അതെല്ലാം കൂടെ അരിഞ്ഞ് വല്യമ്മ കൊടുക്കുന്നുണ്ട്. അമ്മ ഇതെല്ലാം കൂടെ കൂടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാർ ഇന്നുണ്ടാക്കി തരും. ഇനി നമ്മൾ കുറച്ച് പൊടി ഐറ്റംസാണ് എടുക്കുന്നത്. അച്ചാർ പൊടിയുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അമ്മയുടെ അച്ചാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ചാറുകളിൽ ഏറ്റവും അടിപൊളി അച്ചാർ എന്ന് പറയുന്നത് മാങ്ങ അച്ചാറാണ്. ഇപ്പം നമുക്ക് മാങ്ങ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ മാങ്ങ അച്ചാർ ഇടാത്തത്. അടിപൊളി ഒരു മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അരിഞ്ഞു വെച്ച നാരങ്ങയിൽ കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അത് മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഇനി മിക്സ് ചെയ്യുന്നതിൽ നിന്നാണ് നമ്മൾ അടിപൊളി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പോണത്. ലാസ്റ്റ് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ടേ. അതെല്ലാം കൂടെ കൂടി അമ്മ ഇനി അത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ മിക്സ് ചെയ്യണത് അമ്മയാട്ടോ, അരിഞ്ഞു തരൽ മാത്രമാണ് വല്യമ്മ ചെയ്യുന്നത്. അമ്മ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കാണാം എങ്ങനെയാണെന്ന്. അമ്മയുടെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അമ്മ കുക്കിങ്ങിന് അധിക സമയമൊന്നും ചിലവഴിക്കാറില്ല. കിച്ചണിൽ അമ്മ വളരെ കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്യണ കാണാറുള്ളൂ. അടുക്കളയിലേക്ക് പോകുന്നതും കാണാം, തിരിച്ചിറങ്ങി വരുന്നതും കാണാം. അത്ര സമയം കൊണ്ട് അമ്മയുടെ കുക്കിംഗ് തീരും കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. വെളിച്ചെണ്ണ അമ്മ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടി വരുന്ന സാഹചര്യത്തിൽ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് അമ്മ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. കുറച്ച് കടുകൊക്കെ ഇട്ടു, കടുക് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല ചൂടായി, അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി കുറച്ച് നമ്മൾ ആദ്യമായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയാണ് ഇടുന്നത്. വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി. അമ്മ സാധാരണ കുക്ക് ചെയ്യണത് ഭയങ്കര സ്പീഡിലാണ്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പതുക്കെ സ്ലോയിൽ ചെയ്യുന്നത്. പതുക്കെ നന്നായിട്ട് ഇളക്കുകയാണ്. ഇനി അതിൻ്റെ കളറ് മാറി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കണം. നമ്മുടെ ഇഞ്ചി ഇട്ടു, അതിന് ശേഷം പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അമ്മയുടെ മാങ്ങാച്ചാറിന് തന്നെ പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട് കേട്ടോ. അപ്പം അനിയത്തി ഹോസ്റ്റലിൽ പോകുമ്പം അമ്മ ഒരുപാട് അച്ചാർ ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട്. പക്ഷേ അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അമ്മയുടെ മാങ്ങാച്ചാറാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മാങ്ങാച്ചാറിന് ഭയങ്കര ഡിമാൻഡാണ്. എന്നാലും മറ്റച്ചാറുകൾക്കും നല്ല ടേസ്റ്റ് തന്നെയാണ്. അമ്മ സത്യം പറഞ്ഞാൽ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പൊടി ഐറ്റംസൊക്കെ ഇട്ടു. ഇനി ഈ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. അമ്മ ഇളക്കുന്നതിന് ഓരോ സ്റ്റൈലുണ്ട്. നമ്മൾ ഇളക്കിയാലൊന്നും ശരിയാവില്ല. ചില സമയങ്ങളിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിൽ കയറുമ്പം ഈ ഇളക്കലൊക്കെ അമ്മയുടെ ഒരു സ്റ്റൈലിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് പല വഴക്കുകളും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ അമ്മയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതൊരു അമ്മ സ്റ്റൈൽ തന്നെയാണ്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി അമ്മ ഇളക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം നമ്മുടെ കറി നാരങ്ങ ചട്ടിയിലേക്ക് ഇടുകയാണ്. ഇടുമ്പോൾ തന്നെ ഒരു സൗണ്ടും ഒരു ചെറിയ സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി. ഇപ്പം തന്നെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു സൗണ്ടും സ്മെല്ലും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ആകെ നല്ലൊരു ഹാപ്പി മൂഡ് തരുന്ന ടൈപ്പിലുള്ള ഒരു മണമൊക്കെയാണ് വരുന്നത്. ഈ കറി നാരങ്ങയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി അച്ചാറാണ്. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. കുറച്ച് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. ഈ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ അമ്മ ഇപ്പോൾ ഇടും. കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണ്. ഏറ്റവും ലാസ്റ്റാണ് ഈ അച്ചാറിൻ്റെ
ഒരു ട്രിക്ക് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതെന്നാണ് അമ്മ പറയണത്. കുറച്ച് ശർക്കരയാണ് സാധാരണ അമ്മ ഇടുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ ശർക്കര ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇടും. ആ ഒരു ഇടലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് എന്നാണ് അമ്മ പറയണത്. ഞങ്ങൾ പല ടൈമുകളിലും അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അമ്മയുടെ ഈ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് അമ്മയ്ക്ക് മാത്രം ഉള്ള ഒരു സ്റ്റൈലാണ്. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കുറുക്ക് വഴികളാണിതൊക്കെ. എല്ലാവരും ഈ ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഈ ഒരു അച്ചാർ ട്രൈ ചെയ്യണം. നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. എന്താണേലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇവിടെ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്യുമല്ലോ. ഓക്കെ, ബൈ.